പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 8 പേജ് നമ്പർ 196 ടു 198 ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ 6th ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ കാർ റൺസ് 16 കിലോമീറ്റർ യൂസിങ് 1 ലിറ്റർ ഓഫ് പെട്രോൾ. ഹൗ ഫാർ വിൽ ഇറ്റ് ഗോ യൂസിങ് 2 3/4 ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ? അപ്പോൾ ഒരു കാറ് 1 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് 16 കിലോമീറ്റർ റൺ ചെയ്യും. അപ്പോൾ 2 3/4 ലിറ്റേഴ്സ് പെട്രോൾ യൂസ് ചെയ്തിട്ട് കാർ എത്ര കിലോമീറ്റർ എത്ര ദൂരം പോകുമെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 ലിറ്റർ ഓഫ് പെട്രോളിൽ 16 കിലോമീറ്റർ പോകുമെങ്കിൽ 2 3/4 ലിറ്റേഴ്സ് ഓഫ് പെട്രോളിൽ എത്ര കിലോമീറ്റർ പോകുമെന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 16നെ 2 3/4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ഇൻ 1 ലിറ്റർ ഓഫ് പെട്രോൾ ഈസ് ഈക്വൽ ടു 16 കിലോമീറ്റർ. അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാം? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ഇൻ 2 3/4 ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ ഈസ് ഈക്വൽ ടു നമ്മൾ ഈ 16നെ 2 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കി എഴുതണം. എങ്ങനെ എഴുതാം? 4 × 2 8 8 + 3 11. അപ്പോൾ 11/4 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതെന്ന് പറയുന്നത് എന്താ? 16 × 11/4 ആണല്ലേ. ഈ 4ഉം 16ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. 4 / 4 ഈസ് 1, 16 / 4 ഈസ് 4. ബാക്കി എന്തുണ്ട്? 4 × 11 ഈസ് ഈക്വൽ ടു 44 കിലോമീറ്റർ. അപ്പോൾ 2 3/4 ലിറ്റേഴ്സ് ഓഫ് പെട്രോളും കൊണ്ട് 44 കിലോമീറ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ 7th ക്വസ്റ്റ്യൻ. അമൃത്പാൽ ഡിസൈഡ്സ് ഓൺ എ ഡെസ്റ്റിനേഷൻ ഫോർ ഹിസ് vacation. If he take a train, it will take him 5 1/6 hours to get there. അപ്പോൾ അമൃത്പാൽ ട്രെയിനിനാണ് പോകുന്നതെങ്കിൽ അവിടെ എത്താൻ വേണ്ടി എത്ര സമയമെടുക്കും? 5 1/6 hours എടുക്കും. If he takes a plane, it will take him half hour. അപ്പോൾ പ്ലെയിനിലാണ് പോകുന്നതെങ്കിൽ അരമണിക്കൂറും കൊണ്ടെത്തും അല്ലേ. ട്രെയിനിനാണെങ്കിൽ 5 1/6 hours എടുക്കും. പ്ലെയിനാണെങ്കിൽ ഹാഫ് അവർ കൊണ്ടെത്തും. ഹൗ മെനി അവേഴ്സ് ഡസ് ദ പ്ലെയിൻ സേവ്? അപ്പോൾ എത്ര മണിക്കൂർ പ്ലെയിൻ സേവ് ചെയ്യും? അതായത് ട്രെയിനിന് പോയാൽ 5 മണിക്കൂറിൽ കൂടുതലെടുക്കും, പ്ലെയിനിന് പോയാൽ അരമണിക്കൂറും കൊണ്ടെത്തും. അപ്പോൾ എത്ര മണിക്കൂറുകൾ അവന് സേവ് ചെയ്യാനായിട്ട് കഴിയും? പ്ലെയിനിന് പോയി കഴിഞ്ഞാൽ എത്ര മണിക്കൂറുകൾ സേവ് ചെയ്യാനായിട്ട് കഴിയും? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ട്രെയിനിന് പോകുന്ന സമയത്തിൽ നിന്ന് പ്ലെയിനിന് പോകുന്ന സമയം സബ്ട്രാക്റ്റ് ചെയ്താൽ എത്ര മണിക്കൂർ സേവ് ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും അല്ലേ. ട്രെയിനിന് പോകുമ്പോഴാണ് ടൈം കൂടുതൽ. അപ്പോൾ ട്രെയിനിന് പോകുന്ന ടൈമും പ്ലെയിനിന് പോകുന്ന ടൈമും കൂടെ സബ്ട്രാക്റ്റ് ചെയ്താൽ നമ്മൾ എത്ര സമയം സേവ് ചെയ്തു എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം? ദ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 1/6 hours. അപ്പോൾ ഈ 5 1/6നെ നമുക്ക്, ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, ഇതിനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി അങ്ങ് എഴുതാം. അപ്പോൾ എന്ത് വരും? 6 5s are 30, 30 + 1 31/6 hours. ഇനി അടുത്തത് പ്ലെയിൻ്റെതാണ്. അപ്പോൾ ദ ടൈം ടേക്കൺ ബൈ ദി പ്ലെയിൻ ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഈസ് ഈക്വൽ ടു 1/2 hour. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ ടൈം സേവ്ഡ് ബൈ ട്രാവലിംഗ് ബൈ പ്ലെയിൻ ഇസ് ഈക്വൽ ടു ഈ 31/6ൽ നിന്ന് നമ്മൾ 1/2 സബ്ട്രാക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് LCM എന്ത് വരും? 6ഉം, അതായത് ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കണം. 6ൻ്റെയും 2ൻ്റെയും കൂടെ LCM എന്ത് വരും? കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു, 2 നമ്പേഴ്സ് എടുക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ നമുക്ക് മൾട്ടിപ്പിളിനെ LCM ആയിട്ട് എടുക്കാം. അപ്പോൾ 2ൻ്റെ മൾട്ടിപ്പിൾ ആണ് 6. അപ്പോൾ നമുക്ക് LCM എന്തായിട്ട് എടുക്കാം? 6 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ 6 ആക്കണേ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 6 ആയി അല്ലേ. അപ്പോൾ എന്തായി? 31/6 - 3/6.
that is 31 minus 3 by 6 is equal to 28 by 6. 28 by 6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 28 by 6നെ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ 14 ആവും, ഇവിടെ 3 ആവും. 6 divided by 2 is 3, 28 divided by 2 is 14. 14 by 3 കിട്ടി. ഇത് ഇംപ്രോപ്പർ ആണ്, അതിനെ മിക്സ്ഡ് ആക്കണം. അപ്പോൾ 4 3s are 12, 4 minus 2 is 2. അപ്പോൾ ലാസ്റ്റ് ആൻസർ എന്ത് വന്നു? 4 2 by 3 hours. അപ്പോൾ പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എത്ര മണിക്കൂർ സേവ് ചെയ്യാനായിട്ട് സാധിക്കും? 4 2 by 3 hours സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മറിയംസ് ഗ്രാൻഡ് മദർ ബേക്ക്ഡ് എ കേക്ക്. മറിയം ആൻഡ് ഹെർ കസിൻസ് ഫിനിഷ്ഡ് 4 by 5 ഓഫ് ദി കേക്ക്. The remaining cake was shared equally by Mariam's 3 friends. How much of the cake did each friend get? അപ്പോൾ മറിയമിൻ്റെ ഗ്രാൻഡ് മദർ കേക്ക് ഉണ്ടാക്കി. മറിയമും അവളുടെ കസിനും കൂടെ ആ കേക്കിൻ്റെ 4 by 5 ഫിനിഷ് ചെയ്തു. ബാക്കി, അതായത് 4 by 5 ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കേക്ക് അവളുടെ 3 ഫ്രണ്ട്സിനും കൂടെ ഈക്വലി ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓരോ ഫ്രണ്ടിനും എത്ര വീതം കേക്ക് കിട്ടി എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മറിയമും അവളുടെ കസിനും കൂടെ ഫിനിഷ് ചെയ്ത കേക്ക് എത്രയാണ്? 4 by 5. അപ്പോൾ റിമൈനിങ് കേക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4 by 5 ഫിനിഷ് ചെയ്തു. റിമൈനിങ് കണ്ടുപിടിക്കണമെങ്കിൽ 1 മൈനസ് 4 by 5, അതായത് മുഴുവൻ ഉണ്ടായിരുന്ന കേക്കിൽ നിന്ന് അതിനെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തത്? ഡിനോമിനേറ്റർ എന്താണോ അത്രയും ഇതായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 1 2 3 4 5 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിലെ 1 2 3 4 ഇത്രയും എന്ത് ചെയ്തു? മറിയമും അവളുടെ കസിനും കൂടെ ഫിനിഷ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടോട്ടൽ, അതായത് 1ൽ നിന്ന് 4 by 5 സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കിയുള്ളത് നമുക്ക് കിട്ടും. ആ കിട്ടുന്നതിനെയാണ് 3 ഫ്രണ്ട്സിനും കൂടി ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്പ് എഴുതുക? പാർട്ട് ഓഫ് കേക്ക് ഫിനിഷ്ഡ് ബൈ മറിയം ആൻഡ് ഹെയർ കസിൻസ് ഈസ് ഈക്വൽ ടു 4 by 5. പാർട്ട് ഓഫ് കേക്ക് ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 മൈനസ് 4 by 5. 1 എന്ന് പറയുന്നത് നമുക്ക് 5 by 5 മൈനസ് 4 by 5 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 5 minus 4 by 5 is equal to 1 by 5. ഇനി ഈ 1 by 5നെയാണ് 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ദിസ് 1 by 5 പാർട്ട് ഓഫ് ദി കേക്ക് shared equally among 3 friends. അടുത്ത എന്ത് എഴുതാം? പാർട്ട് ഈച്ച് ഫ്രണ്ട് ഗോട്ട് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഇനി ബാക്കി ഉള്ളത് 1 by 5 ആണ്. അതിനെയാണ് 3 പേർക്കും കൂടെ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ 1 by 5 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 1 by 5 അതുപോലെ എഴുതുന്നു. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവുന്നു. 3യുടെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1 by 3. അപ്പോൾ 1 by 15 എന്ന് കിട്ടി. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം? ദസ് ഈച്ച് ഫ്രണ്ട് ഗോട്ട് 1 by 15 ഓഫ് ദി കേക്ക്.